ഇത്ര ദിവസം വെറുതെ ഇരിക്കായിരുന്നു. നമ്മൾ ക്രിസ്മസ് ആയിട്ടൊന്ന് അടിച്ചു പൊളിക്കാന്ന് വെച്ചാൽ അപ്പോൾ അവൻ്റെ ഒടുക്കത്തിൽ വണ്ടി കൊണ്ടുവരല്. ആ സുമേഷിനൊന്ന് വിളിച്ചു നോക്കിയാലോ? എല്ലാ കൊല്ലം ക്രിസ്മസിനെ അവൻ പറഞ്ഞ് പറ്റിക്കാണ്. ഒന്ന് വിളിച്ചോട്ടെ. ഹലോ, സുമേഷനടാ? എടാ എന്താടാ നീ വിളിച്ചേ? ഞാൻ വിളിച്ചപ്പോൾ നീ ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നില്ലടാ. ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിൽ പോയേക്കായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എടാ, നീ അറിഞ്ഞില്ലേ ഇന്ന് ക്രിസ്മസാ? എടാ എന്താണ് ക്രിസ്മസ്? നിനക്ക് വല്ല തോന്നിയതാണോ? നീ എന്നിട്ട് പറയണേ ഇന്ന് തന്നെയാണ് ക്രിസ്മസ്. ദേ ഇന്നലെ എൻ്റെ വീട്ടിൽ ക്രിസ്മസ് അപ്പം അവനെ കൊന്നല്ലേ. ദേ പിള്ളേരൊക്കെ അവിടെ പുൽക്കൂടൊക്കെ ഇട്ടേക്കുന്നുണ്ട്. ശരിയാണല്ലടാ, ഇന്ന് തന്നെയാടാ ക്രിസ്മസ്. നിന്നെ നിനക്ക് എട്ട് വിട്ടുണ്ടാവില്ലല്ലേ? സമ്മതിക്കണം. എടാ ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസിന് ചിലവ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ വക ഒരു ഫുള്ളായിട്ട് നിനക്ക് കൊണ്ടുവരാൻ നിൽക്കാം കേട്ടാ. എല്ലാ കൊല്ലം പറഞ്ഞ് പറ്റിക്കാറുള്ളൂ. ഞാൻ പറഞ്ഞതാടാ. ഞാൻ സാധനമായിട്ട് കൊണ്ടുവരാൻ കേട്ടോ. നീ നിൽക്കാനുള്ള സ്ഥലത്ത് വന്ന് ടച്ചിങ്സും വെള്ളം കൊണ്ട് നിൽക്കണം കേട്ടോ. റെഡി ആയിട്ട് നിന്നോ നീ. എന്താന്ന് വെച്ചാൽ ഞാൻ വണ്ടിയുമ്പോൾ കൊണ്ടുവരണേ സാധനം. ഓക്കേടാ, ടീക്കേ പണിയൊക്കെ പിന്നെ ചെയ്യാം. കോപ്പ് എൻ്റെ തിരക്കിനിടയ്ക്കാണ് കോപ്പ് വന്നതാണ്. എത്ര നേരമാണ് ഞാൻ നോക്കിക്കണേ? എൻ്റെ വണ്ടിയുടെ പെട്രോളൊക്കെ കഴിഞ്ഞിട്ട് ആകെ ഞാൻ പെട്ടുപോയി എടുക്കായിരുന്നു. ഞാൻ നിന്നെ നോക്കി ഉച്ച 2:30 അടിച്ചിടന്ന് കടിച്ചു പറിക്കാൻ വെച്ചാ. ഞാൻ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എന്ത് പറ്റിക്കാനാ? നിനക്കറിയാലോ ഞാൻ പണം പോക്കറ്റ് വെച്ച് നടക്കാറില്ലാന്ന്. ഞാൻ ATM കാർഡ് കൊണ്ടല്ലേ നടക്കാറുള്ളൂ. ഓ, നീ ഭയങ്കര റിച്ച് ആയല്ലോ ഇപ്പൊ. അതെടാ ഞാൻ റിച്ചാണ്. ഒക്കെ ബാങ്ക് കാർഡുകളല്ലേ. ചുമ്മാ വളച്ച് കെട്ടാണ്ട് കാര്യം പറ. ATM കാർഡ് എടുക്കാൻ മറന്നുപോയി. നീ മറക്കും, അതല്ല നിന്റെ സ്വഭാവം. നീ വിളിച്ച സമയത്ത് ഞാൻ അപ്പം തന്നെ തിരക്കടിച്ചിട്ട് വന്നപ്പോൾ എടുക്കാനും മറന്നു. ഞാൻ ബൈക്കും കൊണ്ട് വന്നതാണ്. പെട്രോളും കഴിഞ്ഞാനിടയ്ക്ക്. ഞാനൊരു മണിക്കൂർ മുന്നേ വിളിച്ചു. നീ 2 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ വന്നേ? എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നേരത്തെ 1 മണിക്കൂർ മുന്നേ വിളിച്ചേ. നീയേ ഇപ്പോൾ ഉള്ള പൈസ എടുക്ക്, ഞാൻ നിനക്ക് വീട്ടിൽ ചെന്നിട്ട് ഗൂഗിൾ പേ ചെയ്ത് തരാം. ഇതൊരു മാതി കോപ്പിലെ ഏർപ്പാടായി പോയി. ഇപ്പം നീ എനിക്കാണോ ചിലവ് ചെയ്യണേ, അത് ഞാൻ നിനക്കാണോ ചിലവ് ചെയ്യണേ? എന്നാ നീ പോയി മേടിച്ചോന്നേ. ഞാൻ വീട്ടിൽ വന്നിട്ട് തരാന്ന് ഗൂഗിൾ പേ ചെയ്യാം. എൻ്റെ പൊന്നു ചങ്ങാതി, ഞാൻ ഇപ്പോൾ പോയിട്ട് വരാം. എൻ്റെ ചിലവല്ലേ ക്രിസ്മസ് ആയിട്ട്. ടച്ചിങ്സിന് കൊണ്ടുവന്ന മിത്ര തീർന്നില്ല. അവൻ സാധനം വന്നില്ല. കാറ്റൊന്ന് വസ്കടേ, ഒന്ന് വിളിച്ചു നോക്കിയാലോ? നീ എവിടെയാടാ? എടാ ഒരു നല്ലൊരു ക്രിസ്മസ് അല്ലേ, നമ്മൾ ഇതിനെ വെറുതെ കുള്ളം കുടിച്ചിട്ട് റോട്ടി കീഴുന്ന് വെറുതെ അലമ്പുണ്ടാക്കേണ്ട ഒരു പരിപാടിയും വേണ്ട. എന്ത്? വരുന്ന വഴിക്ക് ആ ജോസേൻ്റെ വീടിൻ്റെ അവിടെ വന്നപ്പോൾ ആള് കള്ളു കുടിച്ചിട്ട് ഭാര്യേനും മക്കളൊക്കെ അനാവശ്യം പറഞ്ഞ് അവരൊക്കെ പോയി. ക്രിസ്മസ് ദിനത്തിൽ ആൾ ഒറ്റയ്ക്ക് അവിടെ ഇരുന്നിട്ട് ആകെ വിഷമത്തിലിരിക്കുന്ന കണ്ടപ്പോൾ ജോസനെ കണ്ടപ്പോ ഈ ക്രിസ്മസിന് മദ്യം കഴിക്കാതെ ഞാനൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്.